എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളതിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ലീവൊക്കെ വന്നിരുന്നു. പിന്നെ മനഃപൂർവ്വമുള്ള ലീവൊന്നുമില്ല, കൂടുതലും വയ്യായിക, പിന്നെ പല്ലിന് പ്രശ്നം. ഷൂ ഒക്കെ ഇടാൻ നോക്കിയപ്പോൾ വൈകിപ്പോയി. എന്താ ഇവിടെ? അതാ JCB ആണ്. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ഷനാസ് വേഡ്. അപ്പോൾ നമുക്കിനി ഒരു 2 ദിവസം, ഇതിപ്പോൾ ഇന്നെടുത്ത വീഡിയോ എന്തായാലും നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇനി 1-2 ദിവസം ആകുമ്പോഴേക്കും 1 month ആയിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാറില്ല കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഷോർട്ട് വീഡിയോനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ലോങ് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം മിന്നൂസ് കിടന്നുറങ്ങിയിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ആൾ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. പാലൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വല്ലാതെ സീനൊന്നുമില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ സീനൊന്നുമില്ല. എന്നാലും എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. മിന്നൂസേ എവിടെ? അതിലിടയ്ക്ക് ഇക്ക വന്നു പോയി. ഒരു കുറച്ച് ദിവസങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലും ലോങ് വീഡിയോ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. മാക്സിമം ഷോർട്ട്സ് വീഡിയോ, അതും ഞങ്ങൾ പുറത്തു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് കേട്ടോ. അല്ലേ അല്ലേ ഔബ ടാറ്റ കൊടുത്ത. പിന്നെ അതിലിടയ്ക്ക് നമ്മുടെ മിന്നൂസിനും ഷാനയ്ക്കും കുറച്ച് വയ്യായികയൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി, അൽഹംദുലില്ലാ. അപ്പോൾ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വാപ്പാൻ്റെ ലീവ് ഏകദേശം ആ ഒരു വയ്യായികയിലും കൂടിയിട്ടാണ് കഴിഞ്ഞു പോയത് അല്ലേ. സ്റ്റൗവ് ഈ ഒരു പോർഷനിലാണ് ഇരുന്നിരുന്നത്. നമുക്കതിൻ്റെ ഹോള് കാര്യങ്ങളൊക്കെ, അതിൻ്റെ കണക്ഷനുള്ള ഹോള് കാര്യങ്ങളൊക്കെ വിട്ടത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗവ് ചെറുതായിട്ടൊന്ന് ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് അടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് യൂസാക്കാത്ത കാരണം വെറുതെ ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റൗവ് ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വാശേരിയും കാര്യങ്ങളും പാത്രവും സ്റ്റാൻഡും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതും എളുപ്പമായിട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് റാക്ക് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലൊരു സ്റ്റാൻഡ് വാങ്ങിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടോ. ഫോട്ടോയിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലത്തെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ എപ്പോഴും മാറ്റി വെക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ വെറുതെ ചുമരിൽ ഇങ്ങനെ സ്റ്റാൻഡ് അടിച്ചിട്ട് വൃത്തികേടേക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അത്ര വലിയ വിലയൊന്നുമില്ല, സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. കാരണം താഴെ അത്യാവശ്യം ഹൈറ്റുള്ള ഇതുപോലത്തുള്ള കണ്ടെയ്നറൊക്കെ വെക്കാം. അതേപോലെ മേലെ നമുക്കിതുപോലെ ചെറുതൊക്കെ അറേഞ്ച് ചെയ്യാം. അത്ര വലിയ ചെറുതെന്ന് പറയാനില്ല കേട്ടോ. നമ്മൾ മാക്സിമം പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ഡപ്പയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റാക്കാണ് കേട്ടോ. തന്നെ ഞങ്ങൾ കൈയോടെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഷാനടക്ക് പറയാറുണ്ട് കേട്ടോ, വ്ളോഗ് എടുക്കണം എന്ന്. ഞാനാണ് മടിഞ്ഞിരിക്കാറ്. വ്ളോഗ് എടുക്കാനല്ലേ. ഇനി പറഞ്ഞിട്ട് എന്താ, നീ സ്കൂളിൽ പോവുമല്ലേ. അപ്പോൾ ഇപ്പച്ചി വന്നിട്ട് കുറേ ലീവൊക്കെ വന്നിരുന്നു. പിന്നെ മനഃപൂർവ്വമുള്ള ലീവൊന്നുമില്ല, കൂടുതലും വയ്യായിക, പിന്നെ പല്ലിന് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓക്കെ, കഴിക്കുക. അതിന് സമയമില്ല. മദ്രസ വിട്ടിട്ട് ഒരു 8:30 ആകുമ്പോഴേക്കിനും എത്തുക. പിന്നെ എവിടെ കഴിക്കാൻ നേരമല്ലേ. 9, 10, 15 ആകുമ്പോഴേക്കിനും വണ്ടിയും വരും. ഓക്കെ, അപ്പോൾ കഴിക്കാം. നൈറ്റ് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മളിതാ വിരിച്ചിട്ടതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലല്ലേ. രാത്രി ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വിരിച്ചിടട്ടെ. അപ്പോൾ ഷാന കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾക്ക് പോവാൻ. എന്ത് ഇതാരാണ് ഇവിടെ കിച്ചണത്? ഇതാരാണ്? ചോറിൻ്റെ കൂടെ ഇന്നലെ ചെമ്മീൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഇന്ന് അവൾക്ക് ചെമ്മീനാണ് സ്പെഷ്യൽ. ഇങ്ങനെ തലേ ദിവസം എന്തെങ്കിലും ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. താത്താനെ സോപ്പിടണ എന്താ
ഇനിയോ എന്താ ഇത് ടാഗ് തിരിഞ്ഞിട്ടാ കിടക്കണ? ബാക്കിൽ നിന്ന് അങ്ങനെ നിൽക്ക് ബാക്ക് ശരിയാക്കി ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, സോക്സ് ഒക്കെ ഇട്ടിട്ടാ പോണം. സോക്സ് ഇട്ടിട്ടല്ലേ, ഷൂ ഇട്ടിട്ട് അല്ലേ? ഇന്നലെ ഷൂ ഒക്കെ ഇടാൻ നോക്കിയപ്പോൾ വൈകിപ്പോയി. ഇനി എങ്ങട്ടാ ന്യൂസേ? നീ എങ്ങട്ടാ? ആ ഒറ്റയ്ക്ക് കയറാൻ നോക്ക മിന്നു അല്ലേ? ബാക്കിക്ക് പോവും ഏന്നാക്കിയിട്ടേ. ഇങ്ങോട്ട് കയറടി, കയറടി അങ്ങോട്ട്. ഇവിടെ ഇരിക്കും. എന്തിനാ? ആ കയറ്, ഉള്ളിൽ കയറിക്കാ. വയ്ക്കോ? കയറങ്ങട്ട്. ആ ഉള്ളിൽ കയറ്. എന്താ നിന്റെ വർത്താനം? കഴിഞ്ഞോ താത്ത? എന്നാ അവിടെ ഇരുന്നോ, വണ്ടി ഷൂ കഴുകാനായി ഷാന. സൈഡൊക്കെ ചളി കഴിക്കണം. സൈഡിൽ നോക്ക്, ആ വൈറ്റ് ഭാഗം. എന്താണ് എന്താ ഇവിടെ? അതാ JCB ആണോ മിന്നസ്? എമ്പടെ JCB എമ്പടെ? അതാ അവിടെ JCB ഉണ്ടല്ലേ? അല്ലേ JCB നോക്കാണ് പിന്നെ. അവിടുന്ന് വീഴൂട്ടാ. ആ JCB പോയി. ഇഞ്ഞ മിനുസേ JCB പോയോ? ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കാൻ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മൾ ടൂർ പോയപ്പോൾ അവിടെ എന്തോ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ, ഷാനയും ഇക്കയും കൂടിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ ഇവരെന്തോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കവറായിട്ട് കിട്ടിയിട്ടില്ല. അവളെ മിന്നൂസ് സൈക്കിളിൻ്റെ ആ ഒരു ബാസ്ക്കറ്റിൽ കാലൊക്കെ ഇട്ടിരിക്കണം. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ അവൾ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ, ഇങ്ങനെ ഫ്രെയിമാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ കുറേ മുന്നുള്ള എൻ്റെ വീട്ടിലെന്തോ സിറ്റ് ഔട്ടിലിരിക്കുന്ന സമയത്ത് എന്തോ ചെരുപ്പെന്തോ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ ഷാനാൻ്റെ. അപ്പം ഇത് ഷാനാൻ്റെ ഒരുപാട് ചെറുതാണ്. ഇത് ഷാനയും മിന്നൂസും. ഇത് പിന്നെ ഷാനാൻ്റെ ഒരു ഏജ് ഒരു 5 വയസ്സെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഇത് ചുമരിൽ ഒട്ടിക്കാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളും സ്ക്രൂ ചെയ്ത് വെക്കാനൊക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ ഫ്രെയിമിൻ്റെ ബാക്കിൽ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഹോളടിച്ചിട്ട് ചുമര് വൃത്തികേടാക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ആ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളിതാ ചുമരിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ അത് ഷാനാൻ്റെ റൂമിൽ തന്നെയാണ്. അവളിങ്ങനെ ഈ ഒരു ഫ്രെയിമിൻ്റെ താഴെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ബെഡിൽ കയറുന്ന സമയത്ത് കൈ എത്തിച്ചെടുക്കാനും പിന്നെ അത് അവിടെ നിന്ന് ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഹൈറ്റിൽ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ സൈസ് വീണ്ടും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു തീമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്രഷന് ആൾ ഇടാറില്ല കേട്ടോ, പെട്ടെന്നൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വൈകിട്ട് അവൾ വന്നിട്ട് ഇത് കാണുമ്പോഴുള്ള ആ ഒരു വീഡിയോ ഞാൻ. മഞ്ഞക്കിളി എന്ത് കാണുന്നു ഫോണിൽ? വിന്നോസിൻ്റെ വീഡിയോ ഒന്നുമില്ല, എല്ലാത്തിലും വെറുതെ കയറി കുറേ ഇൻസ്റ്റഗ്രാം, കുറേ ഫേസ്ബുക്ക്, ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അതിലൊക്കെ കയറി വിന്നോസ് കാണും അല്ലേ? വിന്നോ ഇവിടെ നോക്ക്. വിന്നോസ് ഉറങ്ങി എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. 1:50 ഇനി എന്തായാലും മിന്നുവിന് ഫുഡൊക്കെ കൊടുക്കട്ടെ. അതിനിടയിൽ എൻ്റെ കുളിയും ഭക്ഷണം കഴിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മിന്നുവിന് ചോറ് കൊടുക്കാം അല്ലേ? മിന്നുവിൻ്റെ ഫോണ് ഞാൻ മ്യൂട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അതാണ് ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാവരും മാറി മാറി എടുത്ത് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ സൗണ്ട് കേൾക്കാത്തത്?
അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഴൽക്കിണറായ കാരണം തന്നെ നമ്മളിതാ ഇതുപോലെ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സിലിണ്ടർ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും പറയുന്നത് കേൾക്കാം, ഈ കുഴൽക്കിണർ വെള്ളം കാരണം ക്ലോസറ്റ് നാശമായി അല്ലെങ്കിൽ ബാത്റൂം ടൈൽസ് ഒക്കെ പോയി പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരുപാടധികം പൈസയുടെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് പൈസ നമ്മൾ മുടക്കിയാലും ഭാവിയിൽ ഇത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടുത്തെ ചെക്ക് ചെയ്തപ്പോൾ അയൺ കണ്ടന്റ് കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ബാത്റൂമിൽ ആ ഒരു മഞ്ഞക്കറ കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ കേട് വരിക, അപ്പം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ഈ വെള്ളം യൂസ് ആക്കിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഫിൽറ്ററാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം? അല്ല, ഫോൺ വലിച്ചെറിയോ നോക്ക് മിന്നു. മിന്നു ടീച്ചർ ഉണ്ടായിരുന്നോ? ഏത് ടീച്ചർ? ഡയറി എഴുതിയതൊക്കെ കാണിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞ ടീച്ചർ? എല്ലാരും കൊടുന്നിരുന്നോ? എല്ലാരും കൊടുന്നിരുന്നോ? എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇതിൽ എഴുതാനുള്ളത് നാളെ കൊണ്ടുപോയാൽ മതിയോ? ഹലോ, പാർട്ട് 2 കിട്ടിയോ? പെട്ടു. രണ്ടെണ്ണേ ഉള്ളത്. ഏതൊക്കെയാണ് നോക്കട്ടെ? ബാക്കിയോ? മാത്സ് ഉണ്ട്, അറബി ഉണ്ടാവില്ല, ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കേ. അലമാര ടാഗ് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞിട്ടാണല്ലോ കിടക്കണത്. വെച്ചത് ശരിയല്ലായിട്ടല്ല, ഇട്ടത് ശരിയല്ലായിട്ടാണല്ലേ കൊടുക്കാൻ പറഞ്ഞ് നോക്കിയതാണ് കേട്ടോ. ഞാൻ അവള് വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് ഇവിടെ നോക്കിയാൽ മതിയായിരുന്നു. നേരെ താഴെ ബെഡിൽ കിടക്കണം. അതിൻ്റെ ഗ്ലൂ ഒക്കെ പോയിട്ട് താഴെ വീണ് കിടക്കണം കേട്ടോ. കാരണം നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. അപ്പം ഇനി നമുക്ക് ഈ വാളിലൊക്കെ ഒട്ടിക്കണ ഹുക്ക് കിട്ടുമല്ലോ, അതുപോലത്തെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. എന്താണ് JCB സൗണ്ട് കേട്ട അപ്പ ജനലിൽ കയറണം അല്ലേ? ഇവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു ഇപ്പോൾ. നീ പഴംപൊരി കഴിച്ചോ? ഇനിയോ പഴംപൊരി കഴിച്ചോ? അവൾക്ക് പഴംപൊരി വേണ്ട അല്ലേ? ഇനിയോ JCB പോയി ഇപ്പുറത്തേക്ക് വന്നേ, അവിടെ ഇല്ല, അത് സൗണ്ട് മാത്രമേ ഉള്ളൂ. JCB പോയി. അങ്ങനെ നമ്മുടെ രാവിലെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയി കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരെണ്ണം മാത്രം ഇങ്ങനെ സ്റ്റിക്കായിരിക്കുന്നുണ്ട്, അതെന്താ അറിയില്ല. ഇനി എപ്പോഴാണ് അത് വീഴുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും സേഫ് അല്ല, കാരണം ഈ ബെഡിൽ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ മേലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫാൻസി സാധനം, പിന്നെ ഇതുപോലൊരു ചെറിയൊരു ടോയ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഒരു ബാക്കിൽ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ടെഡി ബിയർ ഇതില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതും പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസുമാണ്. ആവശ്യമുള്ളതല്ലേ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കന്ന് വ്ളോഗൊന്നും എടുക്കാനുള്ള സമയവും സന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് ഷോർട്സിലായിട്ട് നിങ്ങളൊന്ന് അറിയിച്ചത്. ഇത് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു പ്യുവർ പിങ്കായിട്ട്, ഇങ്ങനെ പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിട്ട് കാണാം. ലൈറ്റിൽ വേറൊരു ഭംഗിയാണ് കേട്ടോ ഇതിന്. മിന്നോ, നീ അവിടെ നിന്ന് ഇറങ്ങിയോ? 10 മണിക്ക് ഖുർആനൊന്ന് പഠിച്ചിട്ട് കിടന്നുറങ്ങിയ ആർക്കാണ് വിളിച്ചിരിക്കുന്നത്? അതൊക്കെ നല്ല സിമ്പിളാ. പക്ഷെ ലാസ്റ്റ് എടുത്ത സബ്ജക്റ്റിന് മാത്രം അത് ഞാൻ ആളെ പഠിച്ചിരുന്നില്ല. സബ്ജക്റ്റിനെയാണ് കിട്ടാറ്. അപ്പൊ അത് ഇവിടെ കിട്ടുന്നുണ്ട്.
ഓക്കെ ഇനിയിപ്പോൾ പഠിച്ചത് പഠിച്ചു ഇനിയിപ്പോൾ എന്തായാലും കിടന്നുറങ്ങാൻ നോക്കാൻ ലഡു പൂർത്തിയാക്കി മുടി മുടയണ്ടേ വീഡിയോ അവസാനിപ്പിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും പറയുന്നില്ല, നമുക്ക് എടുക്കാം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.